നമസ്കാരം. നാളെ കൊട്ടിക്കലാശം. ആര് വാഴും ആര് വീഴും? ഭരണനേട്ടം മുൻനിർത്തി അവസാന ലാപ്പിൽ LDF, ഒപ്പം സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ തടയാനായെന്ന ആത്മവിശ്വാസവും. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമെന്ന വിശ്വാസത്തിൽ UDF. ഇന്ദിരാ ഗ്യാരണ്ടികൾ വോട്ടർമാർക്കിടയിൽ ചർച്ചയായെന്നും വോട്ടായി മാറുമെന്നും കണക്കുകൂട്ടൽ. സംസ്ഥാനത്തുടനീളം UDF തരംഗം ആഞ്ഞടിക്കുമെന്നാണ് പ്രതീക്ഷ. മോദി ഗ്യാരണ്ടി വോട്ടർമാരിലെത്തിക്കാനായെന്ന് BJP. രാജ്യത്തെ മുൻനിര നേതാക്കളെല്ലാം നാടിളക്കി പ്രചാരണത്തിനെത്തിയതും വലിയ ആത്മവിശ്വാസം നൽകുന്നു. LDF തുടരുമോ? UDF നയിക്കുമോ? അതോ മാറാത്തത് മാറുമോ? ടോപ് 10 തുടരുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് നാളെ കൊട്ടിക്കലാശം. അവസാന ലാപ്പിൽ കളം നിറഞ്ഞ് ദേശീയ നേതാക്കൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 3 നാൾ മാത്രം. LDF സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാഗ്ദാനങ്ങളിൽ 97% നടപ്പിലാക്കിയെന്ന് നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മുഖ്യമന്ത്രി. റിപ്പോർട്ടിൽ അർദ്ധസത്യങ്ങളെന്നും ജനങ്ങൾ നൽകുക 0 മാർക്കെന്നും രമേശ് ചെന്നിത്തല. തിരഞ്ഞെടുപ്പിൽ യഥാർത്ഥ ഡീൽ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലെന്ന് BJP. UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി പദവും 6 മന്ത്രിമാരും ഉണ്ടാകുമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഘടകകക്ഷികളുടെ കാര്യം നോക്കാൻ കോൺഗ്രസിന് അറിയാമെന്ന് VD സതീശൻ. കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് വിവാദ പ്രസംഗം നടത്തിയെന്ന ആരോപണത്തിൽ റിപ്പോർട്ട് തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ലവ് ജിഹാദ് പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് PK കൃഷ്ണദാസ്. CS സുജാതയ്ക്കെതിരായി G സുധാകരന്റെ പരാമർശം വിവാദത്തിൽ. സുജാത നായന്മാരുടെ വീട്ടിലേ പോകൂ എന്നും നായരെന്ന് മനസ്സിലാക്കാൻ മുല്ലപ്പൂവും തുളസിപ്പൂവും വെച്ചാണ് പോകുന്നതെന്നും G സുധാകരൻ. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ. ഫാത്തിമ തഹ്ലിയയ്ക്കെതിരായ പരാതിയിൽ അന്വേഷണം തുടരുന്നു. പേരാമ്പ്രയിൽ കൊട്ടിക്കലാശം വേണ്ടെന്ന് തീരുമാനം. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വോട്ട് ചോദിക്കാനെത്തിയ സന്ദീപ് വാര്യർക്ക് നേരെ SFI ആക്രമണം. വയനാട് തുരങ്കപാത നിർമ്മാണത്തിനെതിരെ പ്രകൃതി സംരക്ഷണ സമിതി നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ജനങ്ങളുടെ യാത്ര സുഗമമാക്കുന്ന പദ്ധതിയെന്ന് കോടതി. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ ഹരിത ട്രിബ്യൂണലിനെ സമീപിക്കാൻ നിർദ്ദേശം. വെടിനിർത്തലിന് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ തള്ളി ഇറാൻ. താൽക്കാലിക വെടിനിർത്തൽ വേണ്ടെന്ന നിലപാടറിയിച്ചു. ആക്രമണത്തിൽ ഇറാന്റെ ഇന്റലിജൻസ് മേധാവി കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഡൊണാൾഡ് ട്രംപ് നൽകിയ സമയപരിധി നാളെ അവസാനിക്കും. ഒരു ഇന്ത്യൻ കപ്പൽ കൂടി ഹോർമൂസ് കടന്നു. 24 മണിക്കൂറിനിടെ 15 കപ്പലുകൾ കടന്നതായി ഇറാൻ മാധ്യമങ്ങൾ. ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ നാളെ മുതൽ വാദം കേൾക്കൽ. കേസ് പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 9 അംഗ ഭരണഘടനാ ബെഞ്ച്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടക്കുന്ന വാദത്തിലെ കോടതി പരാമർശങ്ങൾ നിർണായകം. നാസയുടെ ആർട്ടിമിസ് 2 ചന്ദ്രന്റെ ഗുരുത്വാകർഷണ വലയത്തിൽ പ്രവേശിച്ചു. ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ എത്തിയവർ എന്ന ഖ്യാതി ദൗത്യത്തിലെ 4 അംഗ സംഘത്തിന് സ്വന്തം. IPL-ൽ കൊൽക്കത്ത പഞ്ചാബ് മത്സരം മഴ മൂലം വൈകുന്നു. കൊൽക്കത്തയ്ക്ക് 2 വിക്കറ്റ് നഷ്ടം. തമിഴ്നാട് സാത്താൻകുളം കസ്റ്റഡി മരണങ്ങളിൽ 9 പോലീസുകാർക്ക് വധശിക്ഷ. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് മധുര കോടതി. പ്രതികൾ 1,40,00,000 രൂപ നഷ്ടപരിഹാരം നൽകണം. അച്ഛനെയും മകനെയും കസ്റ്റഡിയിലെടുത്തത് കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന്. സ്റ്റോറി ഓഫ് ദി ഡേ. പ്രചാരണത്തിന്റെ പാട്ടുവഴി. നാളെ കൊട്ടിക്കലാശം, മറ്റന്നാൾ നിശബ്ദ പ്രചാരണം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ജനമനസ്സിൽ ആരൊക്കെ? നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ മുന്നണികൾക്കും സ്ഥാനാർത്ഥികൾക്കും മുന്നിലുണ്ടായിരുന്നത് 25 ദിവസമാണ്. അവസാന ലാപ്പിലും ദേശീയ നേതാക്കൾ കളം നിറഞ്ഞു.
ഡീൽ ആരോപണത്തിൽ തുടങ്ങി SDPI ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ള, വയനാട് പുനരധിവാസം, ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ്, അനൗൺസ്മെന്റ് വിവാദം, FCRA തുടങ്ങി നിരവധി വിഷയങ്ങളാണ് വോട്ടർമാർക്ക് മുന്നിലെത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കുമ്പോൾ 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. കൂടുതൽ വിവരങ്ങളും വിശകലനങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, 1 മാസം നീണ്ട പ്രചാരണത്തിനാണ് അവസാനമാകുന്നത്. ഏപ്രിൽ 9 ജനമനസ് പെട്ടിയിലാകും. NDA ക്യാമ്പിന് ആവേശമാകാൻ പ്രധാനമന്ത്രി 2 തവണയാണ് സംസ്ഥാനത്തെത്തിയത്. ഒപ്പം പ്രമുഖ നേതാക്കളെല്ലാം തന്നെ വലിയ ആവേശം ഉണ്ടാക്കി. UDF-ലേക്ക് വന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവസാന നിമിഷവും കളം നിറഞ്ഞു. LDF-ലേക്ക് വന്നാൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ എല്ലാവരും എത്തിയെങ്കിലും മുഖ്യമന്ത്രി തന്നെയായിരുന്നു താരം. ആരാണ് മുന്നിൽ? എന്താണ് ട്രെൻഡ്? തുടർച്ചയോ തിരിച്ചുവരവോ അതോ മാറാത്തത് മാറുമോ? നമ്മൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ 3 മുന്നണികളും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ സ്ഥാനാർത്ഥികളുമായി രംഗത്തേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം, ആകെ 21 ദിവസങ്ങൾ മാത്രമാണ് ഇവർക്ക് പ്രചരണത്തിന് ലഭിച്ചത് എന്നാണ്. 20-ലധികം ദിവസങ്ങൾ മാത്രമേ പ്രചരണത്തിന് ലഭിച്ചിട്ടുള്ളൂ. അതുതന്നെ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രചരണം വളരെ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് 3 മുന്നണികളിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ LDF-ഉം UDF-ഉം തമ്മിലൊരു കടുത്ത മത്സരമുണ്ടായി എന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 3 മുന്നണികളും കളം നിറഞ്ഞുകൊണ്ട് പ്രചരണ പരിപാടികൾ സജീവമായി തന്നെ മുന്നോട്ട് വരുന്നു. BJP വലിയൊരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. LDF-നാണെങ്കിൽ ഒരു ഭരണ തുടർച്ച എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയാണ് അവർ വെച്ചു പുലർത്തുന്നത്. അതേസമയത്ത് UDF 100 സീറ്റിന് മുകളിൽ ഇത്തവണ നേടും എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രചരണത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഈ LDF-ന് വേണ്ടി ഭരണ തുടർച്ച അവകാശപ്പെടുന്ന LDF-ന് വേണ്ടി മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ 2 തവണയായി മുഖ്യമന്ത്രി തന്നെ രംഗത്ത് വരുന്ന രണ്ടാം പിണറായി സർക്കാരിനും നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ പ്രചാരണത്തിനടക്കം നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിയായിരുന്നു. ഈ മൂന്നാം ഒരു ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെ മുഖ്യമന്ത്രി തന്നെയാണ് ഈ ഇത്തവണത്തെ പ്രചരണ പരിപാടികൾക്കും നേതൃത്വം നൽകിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഒരു മാസക്കാലത്തിനകത്ത് നടന്നിട്ടുള്ള പ്രചരണ പരിപാടികളിലൊക്കെ ഈ മുഖ്യമന്ത്രി വളരെ നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവന്നത്. 40ഓളം മണ്ഡലങ്ങളിൽ അദ്ദേഹം പ്രചരണത്തിന് മാത്രമായി പോയി പ്രചരണ പരിപാടികൾ വളരെ സജീവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതേ സമയത്ത് തന്നെ UDF-ഉം NDA-യും നോക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആദ്യം തന്നെ മുന്നിലേക്ക് വരുമെന്ന് UDF അവകാശപ്പെട്ടെങ്കിലും LDF തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തുടക്കം കുറിച്ച് സ്ഥാനാർത്ഥികളുമായി പ്രചരണത്തിലേക്ക് എത്തിയത്. അതിനുശേഷം NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രചരണ രംഗത്തേക്ക് വന്നു. അതിനുശേഷമാണ് UDF-ന് സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചുകൊണ്ട് പ്രചരണത്തിലേക്ക് വരാൻ വന്നത്. എന്നാൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ 3 മുന്നണികളും ഒരേപോലെ പ്രചരണത്തിൽ സജീവമായി പോകുന്നു. ഓരോരുത്തരുടെയും ഇപ്പോൾ പ്രകടന പത്രിക തന്നെ നോക്കുകയാണെങ്കിൽ 3 മുന്നണികളുടെയും ഏകദേശം ഒരേപോലെയുള്ള പ്രകടന പത്രികകളാണ് ക്ഷേമ പ്രവർത്തനങ്ങളിലടക്കം വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്ത് മാറ്റം തങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും എന്നത് കൃത്യമായി തന്നെ ജനങ്ങളെ ബോധിപ്പിക്കാനുള്ളൊരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നും, എല്ലാ മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഘടകകക്ഷികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഘടകകക്ഷികളെ എല്ലാവരെയും തന്നെ LDF-നെ ഒരുമിച്ച് നിർത്താൻ നേരത്തെ തന്നെ കഴിഞ്ഞു. UDF-നും അതേ രീതിയിൽ തന്നെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഘടകകക്ഷികളെയൊക്കെ ഒരുമിച്ച് നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് NDA-യിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു മാറ്റം 2020-യുടെ ഒരു വരവ് കൂടി അവർക്ക് അനുകൂലമായ ഒരു ഘടകമായി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നതാണ്. അത് ശരി. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. ഇനി അങ്ങോട്ടുള്ള ഓരോ മണിക്കൂറും വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന നിമിഷം വരെയുള്ള ഓരോ മണിക്കൂറും നിർണായകമാണ്. അടിയൊഴുക്കുകളും അട്ടിമറികളും ഒക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ് ഇനി അങ്ങോട്ട്. രജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ 3 മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിലാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രജിത് കുമാർ. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലും കളം നിറഞ്ഞു ദേശീയ നേതാക്കൾ. ഇന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കടന്നാക്രമിച്ചു. കേരളം മുഴുവൻ മുഖ്യമന്ത്രിയുടെ മാത്രം പരസ്യമാണെന്നും കേരളത്തെ നയിക്കാൻ മറ്റാരും ഇല്ലെന്നാണ് പ്രചാരണമെന്നും ഇതാണ് മോദി ചെയ്തതെന്നും രാഹുൽ ഗാന്ധി. കേരളത്തിൽ ഒരു ഭാഗത്ത് UDF-ഉം മറുഭാഗത്ത് CPM-ഉം BJP-യുമാണ്. രാജ്യത്തെ അവർ തന്നെ ഭരിക്കണമെന്ന് BJP-യും തങ്ങൾ തന്നെ ഭരിക്കണമെന്ന് CPM-ഉം കരുതുകയാണ്. CPM-ന്റെ ചങ്ങാതിമാരാണ് BJP എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. How come BJP does not attack the Chief Minister of Kerala? How come no interrogation of him and his family? How come no revocation of his membership of the Vidhan Sabha? Because he is in partnership with the BJP. Why he is in partnership is very clear. BJP knows that the left front can never challenge the BJP. BJP knows that left front is at most in 1 or 2 states. Donald Trump
controls Narendra Modi. How do I know? Because Narendra Modi signed the US-India deal. First Prime Minister in Indian independence history that has allowed American farmers to directly sell their product in India. First Indian Prime Minister who told the American President that I will not buy oil from anybody without your permission. Indian agriculture, Indian data, Indian energy security, and 9.5 lakh crore products from America to be sold in India. തൃശൂരും പാലക്കാടുമാണ് രാഹുൽ ഗാന്ധി പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തിരുന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും വടക്കൻ ജില്ലകളിൽ സജീവമായിരുന്നു. തവനൂർ, ഏറനാട്, തിരുവമ്പാടി മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികൾക്കായി വോട്ട് അഭ്യർത്ഥിച്ച് പ്രിയങ്ക ഗാന്ധി. 3 ഇടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ LDFും BJPയും തമ്മിലുള്ള ഡീൽ ആരോപണം പ്രിയങ്ക ഗാന്ധി ഉന്നയിച്ചു. മുഖ്യമന്ത്രി BJPയുമായി ധാരണയുണ്ടാക്കിയെന്നും ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കേന്ദ്രവുമായി കൂടിക്കാഴ്ച നടത്തുകയാണെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. അഴിമതിയുള്ള പാർട്ടിയാണ് BJPയും CPM എന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ ഇടതു സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് 2021 പ്രകടന പത്രികയിലെ പ്രഖ്യാപനങ്ങളിൽ 97% പൂർത്തിയാക്കിയതായി പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി മുഖ്യമന്ത്രി. പ്രകടന പത്രിക മാത്രമല്ല, പ്രോഗ്രസ് റിപ്പോർട്ടും പുറത്തിറക്കുന്ന മുന്നണി എന്ന വിശ്വാസ്യത നേടാനാണ് ശ്രമം. ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറയുന്ന എത്ര കാര്യങ്ങൾ നടപ്പാക്കി അത് ജനങ്ങൾ അറിയേണ്ടതാണ്. 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് നൽകിയ 900 വാഗ്ദാനങ്ങളിൽ 874 വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുകയോ അല്ലെങ്കിൽ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തു. വീടും ഭൂമിയും എന്ന സാധാരണക്കാരന്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. 5 ലക്ഷം വീടുകളും 4.5 ലക്ഷം പട്ടയങ്ങളും കൈമാറി. പെൻഷൻ വർദ്ധിപ്പിക്കുകയും സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപയും ഡിഗ്രി പഠനം വരെ സൗജന്യമാക്കിയതായും PSC വഴി 3.5 ലക്ഷം നിയമനങ്ങൾ നടത്തിയതായും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഒരിടത്തും അതിനു മുൻപോ അതിനുശേഷമോ ഇത്തരം ദേശീയപാതകളുടെ വികസനത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ വിഹിതം കൊടുത്ത അനുഭവം ഉണ്ടായിട്ടില്ല. ന്യൂനപക്ഷ ക്ഷേമവും തുല്യനീതിയും ഉറപ്പാക്കി. JB കോശി കമ്മീഷനിലെ 220 ശുപാർശകൾ നടപ്പിലാക്കി. കേരയിൽ പദ്ധതിക്ക് പകരം RRT പദ്ധതി യാഥാർത്ഥ്യമാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉയർത്തിയ 5 ഗ്യാരണ്ടിയെ പിണറായി പരിഹസിച്ചു. ആദ്യം ആ കുട്ടീന്റെ വീട് വെച്ചു കൊടുക്കട്ടെ. വയനാട്ടിലൊരു കുട്ടി, എന്തേലും ആ കുട്ടീന്റെ പേര് ആ വീട് ആദ്യം വെച്ചു കൊടുക്കട്ടെ, എന്നിട്ട് മറ്റു കാര്യങ്ങളെ പറ്റി നമുക്ക് പറയാം. അപ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വിലയുണ്ടെന്ന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ എന്തും പറയാലോ. സംതൃപ്തിയുടെ നിറവിൽ 2ാം പിണറായി സർക്കാർ എന്ന മുഖവുരയോടെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിനെ രൂക്ഷമായി വിമർശിച്ച് രമേശ് ചെന്നിത്തല. റിപ്പോർട്ടിലുള്ളത് അർദ്ധസത്യങ്ങൾ മാത്രമാണെന്നും ജനങ്ങൾ ഇതിന് 0 മാർക്ക് നൽകുകയെന്നും അദ്ദേഹം പറഞ്ഞു. പ്രോഗ്രസ് ഉണ്ടായത് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മാത്രമാണെന്നും സാധാരണക്കാർക്ക് ഇതുകൊണ്ട് ഒരു ഗുണവുമില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരു വികസനവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. പ്രോഗ്രസ് ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും പാർട്ടി നേതാക്കൾക്കുമാണ്. അല്ലാണ്ട് കേരളത്തിലെ ജനങ്ങൾക്കൊരു പ്രോഗ്രസും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി പദവും 6 മന്ത്രിമാരും മുസ്ലിം ലീഗിനുണ്ടാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഇക്കാര്യത്തിൽ യഥാർത്ഥ ഡീൽ കോൺഗ്രസും ലീഗും തമ്മിലാണ്. കോൺഗ്രസിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി വ്യാജ ഗ്യാരണ്ടിയാണെന്നും തെലങ്കാനയിൽ ഇതേ ഗ്യാരണ്ടി നൽകി ജനങ്ങളെ പറ്റിച്ചുവെന്നും രാജീവ് ചന്ദ്രശേഖർ. രാഹുൽ ഗാന്ധി വന്ന ശേഷം കോൺഗ്രസ് കാഴ്ചപ്പാടില്ലാത്ത പാർട്ടിയായി അധപ്പതിച്ചുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ പരിഹസിച്ചു. ഈ ഗ്യാരണ്ടി ഇന്ദിരാഗാന്ധിയുടെ പേരിലാണ് അവർ ഗ്യാരണ്ടി മുമ്പോട്ട് വയ്ക്കുന്നത്. ഇന്ദിരാഗാന്ധി ഒരു മുതിർന്ന നേതാവായിരുന്നു, ഇന്ത്യൻ്റെ ഒരു നല്ല ലീഡറായിരുന്നു. പക്ഷേ ഇവർ വ്യാജ ഗ്യാരണ്ടീൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഇന്ദിരാ ഗ്യാരണ്ടി. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ടെന്നും ഘടകകക്ഷികളുടെ കാര്യം നോക്കാൻ കോൺഗ്രസിന് അറിയാമെന്നും VD സതീശൻ പറഞ്ഞു. UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകാൻ ഡീൽ എന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ ആരോപണത്തിനെതിരെയാണ് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിച്ചത്. ഞങ്ങളുടെ മുന്നണിയിലെ കാര്യം അയാളാണ് തീരുമാനിക്കുന്നത്.
അയാൾ ആരാണ് ഇത് തീരുമാനിക്കാൻ? അല്ലെ BJP പ്രസിഡന്റ് എന്ത് കാര്യം? ഇന്നാളെ വരെ കച്ചവടം വരുന്നു. 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായത് ഏത് പാർട്ടിയിൽ നിന്നാന്ന് പോലും ഇയാൾക്ക് അറിയാൻ പാടില്ല. ഈ രാജീവ് ചന്ദ്രശേഖരൻ 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായി. അത് ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണ്? പല പാർട്ടിയിൽ നിന്നാണ്. ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണെന്ന് ഇയാൾക്ക് തന്നെ അറിയത്തില്ല. ബിസിനസ്സുകാരനാണ്. അതിന്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് ആകാശത്ത് നിന്ന് നൂലിൽ കേരളത്തിൽ കെട്ടിയിറക്കിയ ഒരാളെ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരണ്ട. ഞങ്ങളെ ലീഗിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വിധേയമായിട്ടായിരുന്നു UDF ഭരണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ. ഇപ്പോൾ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് സ്ഥാനമില്ലാത്ത ഭരണമാണ് നടക്കുന്നത്. UDF ഭരണത്തിൽ വന്നാൽ വീണ്ടും സമ്മർദ്ദ ഭരണമാകുമെന്ന് A. വിജയരാഘവൻ. കേരളം മതസൗഹാർദ്ദത്തിന്റെ നാട്, മതനിരപേക്ഷതയുടെ നാട്, ന്യൂനപക്ഷ പരിരക്ഷയുടെ നാട് എന്ന ആ യാഥാർത്ഥ്യം ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടത്തിൽ വളരെയേറെ ഉയർന്നു നിൽക്കുകയാണ്. പുരോഗമന പ്രസ്ഥാനങ്ങൾ എല്ലായ്പ്പോഴും ന്യൂനപക്ഷത്തിന് സംരക്ഷണം ലഭ്യമാക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണെന്നും പറഞ്ഞതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും തിരുവനന്തപുരം കാട്ടാക്കട നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് പരാമർശത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറോട് വിശദീകരണം തേടി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പങ്കെടുത്ത കാട്ടാക്കടയിലെ പൊതുസമ്മേളനത്തിലായിരുന്നു NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസിന്റെ ലവ് ജിഹാദ് പരാമർശം. LDFO UDFO അധികാരത്തിൽ വന്നാൽ ഭരണം നിയന്ത്രിക്കുന്നത് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ആയിരിക്കുമെന്നും പാകിസ്ഥാൻ അനുകൂല സംഘടനകൾ ലവ് ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുമെന്നുമായിരുന്നു PK കൃഷ്ണദാസിന്റെ പരാമർശം. പ്രസംഗം വിവാദമായതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി. എന്നാൽ ലവ് ജിഹാദ് ഒരു യാഥാർത്ഥ്യമാണെന്ന് കാട്ടാക്കടയിലെ NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസ് ആവർത്തിച്ചു. ലവ് ജിഹാദിനെ മതവുമായി ബന്ധപ്പെടുത്തേണ്ടതില്ലെന്നും താൻ പറഞ്ഞിട്ടുള്ളതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു, അതിൽ പിന്മാറേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് സൂര്യ തേജസ് പോലെ സത്യസന്ധമായതാണ്, അടിസ്ഥാനപരമാണ്, വസ്തുനിഷ്ഠമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇലക്ഷൻ കമ്മീഷൻ അവർ എന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് ഞാൻ മറുപടി നൽകും. മത തീവ്രവാദികളെ മതവുമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവർക്ക് മതവും ഇല്ല, മനുഷ്യത്വവും ഇല്ല. അവരല്ലേ അതുകൊണ്ടല്ലാണല്ലോ അവർ കൂട്ടക്കൊല നടത്തുന്നത്. മതേതര വിവാദമൊന്നും ഇതിലില്ല. ഭീകരപ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത്. പ്രണയം നടിച്ച് കുട്ടികളെ വശത്താക്കി തീവ്രവാദ പ്രവർത്തനത്തിന് അവരെ പ്രേരിപ്പിക്കുക. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്ക് നോട്ടീസ് നൽകിയിട്ടില്ല. തുടർ നടപടി ഉണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. LDFും UDFും അധികാരത്തിൽ വന്നാൽ കേരളത്തിൽ ലവ് ജിഹാദ് നടപ്പാക്കുമെന്ന PK കൃഷ്ണദാസിന്റെ പ്രസ്താവന തള്ളി BJP. ലവ് ജിഹാദിൽ BJPക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടായിരുന്നുവെങ്കിൽ പ്രകടന പത്രികയിൽ അത് പറയുമായിരുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ഞാനത് കേട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾക്ക് അഭിപ്രായം അല്ല. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. സുരക്ഷിത കേരളം എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അതൊന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ മാനിഫെസ്റ്റോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ കാഴ്ചപ്പാട്, ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത് കൃത്യമായി ഞങ്ങൾ മാനിഫെസ്റ്റോ, നല്ല മാനിഫെസ്റ്റോ ആണ്. 4.5 മാസം അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി G. സുധാകരന്റെ പ്രസംഗം വിവാദത്തിൽ. അമ്പലപ്പുഴ മണ്ഡലത്തിലെ പറവൂരിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിലാണ് സുധാകരൻ CPM നേതാവ് CS സുജാതയ്ക്കെതിരെ വിവാദ പരാമർശം നടത്തിയത്. സുജാത നായന്മാരുടെ വീട്ടിലേ പോകൂ, നായറാണെന്ന് മനസ്സിലാക്കാൻ മുല്ലപ്പൂവും തുളസിപ്പൂവും വെച്ചാണ് പോകുന്നത്. ഇവിടെ നായരുടെ വോട്ടൊന്നും കിട്ടില്ല എന്ന് സുധാകരൻ പറഞ്ഞു. LDF സ്ഥാനാർത്ഥി നായരെയും ധീവരരെയും തെറ്റിക്കാൻ നടക്കുകയാണെന്നും സുധാകരൻ ആക്ഷേപിച്ചു. സഹോദരൻ ഭുവനേശ്വരന്റെ മരണത്തിന് കാരണം SFI ക്രിമിനലുകളാണെന്നും സുധാകരൻ. ഒരെണ്ണം രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരെണ്ണം രക്ഷപ്പെടുക. സുജാതയും നാസറും ഒന്നും ഈ ജില്ലയിലെ ജനങ്ങളൊന്നും രക്ഷപ്പെടത്തില്ല. നായന്മാരുടെ വീട്ടിലെ പോകത്തില്ല. മുല്ലപ്പൂമാലയൊക്കെ വെച്ച് ഇങ്ങനെ തുളസിയടിയൊക്കെ നായരാണെന്ന് തോന്നിക്കാറുണ്ട്. നായേഴ്സിന്റെ ഓട്ടൊന്നും കിട്ടത്തില്ല. ഒരു സമുദായത്തിൻ്റെ കിട്ടത്തില്ല. ഇവിടെ സമുദായ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ. ഫാത്തിമ തെഹ്ലിയക്കെതിരെയുള്ള പരാതിയിൽ അന്വേഷണം നടക്കുകയാണെന്നും ജില്ലാ കളക്ടർ. തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോഴും പരാതികൾ അവസാനിക്കുന്നില്ല. ഫോണിലൂടെ തന്റെ പേരിൽ തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്ന് കാണിച്ച് കുന്നമംഗലം LDF സ്ഥാനാർത്ഥി PTA റഹീം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മതം പറഞ്ഞ് വോട്ട് പിടിക്കുന്നു എന്ന വിവാദ അനൗൺസ്മെന്റിനെതിരെയാണ് UDF ക്യാമ്പ് TP രാമകൃഷ്ണനെതിരെ പരാതി നൽകിയിരുന്നത്. സംഭവം വിവാദമായതോടെ TP രാമകൃഷ്ണനോട്
തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ചോദിച്ചു. ഈ അന്വേഷണത്തിനൊടുവിലാണ് പേരാമ്പ്രയിലെ LDF വിവാദ അനൗൺസ്മെന്റ് വിഷയത്തിൽ മാതൃകാ പെരുമാറ്റച്ചട്ടലംഘനം കണ്ടെത്താനായിട്ടില്ലെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചത്. ചട്ടലംഘനം നടന്നിട്ടില്ല എന്നാണ് ഫ്ലൈയിങ് സ്ക്വാഡ് റിപ്പോർട്ടെന്നും കളക്ടർ അറിയിച്ചു. ഫ്ലൈയിങ് സ്ക്വാഡിലെ പരിശോധന കംപ്ലീറ്റ് ആയി, അതിൻ്റെ റിപ്പോർട്ട് കിട്ടി. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് അതൊരു കംപ്ലീറ്റ്ലി MCC വയലേഷൻ ഉണ്ടോ അങ്ങനെ പറയാൻ പറ്റില്ല. TP രാമകൃഷ്ണനെതിരെ പരാതി വന്ന അതേ സാഹചര്യത്തിലാണ് LDF ക്യാമ്പ് UDF സ്ഥാനാർത്ഥിക്കെതിരെ സമാന പരാതി നൽകിയത്. UDF സ്ഥാനാർത്ഥി ഫാത്തിമ തഹ്ലിക്കെതിരായ ഈ പരാതിയിൽ പരിശോധന നടക്കുകയാണെന്ന് കളക്ടർ പറഞ്ഞു. രണ്ടാമത്തിൻ്റെ എനിക്ക് ഡൗട്ടുണ്ട്. എനിക്ക് ആദ്യമായിട്ടുള്ള പരാതിയിൽ എനിക്ക് കൺഫർമേഷൻ ഉണ്ട്. രണ്ടാമത്തിൻ്റെ ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം. അതേസമയം കുന്നമംഗലത്ത് LDF സ്ഥാനാർത്ഥി PT റഹീമിന്റെ പേരിൽ വ്യാജ ഫോൺ സന്ദേശം പ്രചരിപ്പിക്കുന്നതായാണ് പുതിയ പരാതി. ചുറ്റിക അരിവാൾ നക്ഷത്ര ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന ഫോൺ സന്ദേശമാണ് പ്രചരിക്കുന്നത്. തന്റെ ചിഹ്നം ബക്കറ്റാണെന്നും തന്റെ പേരും വ്യാജ ചിഹ്നവും പറഞ്ഞ് വോട്ടർമാരെ ആശയക്കുഴപ്പത്തിലാക്കാൻ ലക്ഷ്യമിട്ടാണിതെന്നും കാണിച്ച് PT റഹീം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. മണ്ഡലത്തിൽ LDFിലെ ഘടകകക്ഷികളെ വിളിച്ച് UDF ഫണ്ട് ഓഫർ ചെയ്യുന്നുവെന്ന പരാതിയും LDF ഉന്നയിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഒരു കാലത്തും ഉപയോഗിക്കാൻ കഴിയാത്ത, കേരളത്തിൽ ഒരു മണ്ഡലത്തിലും UDF ചെയ്യാത്ത ചില കാര്യങ്ങൾ കുന്നമംഗലം നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. കൊട്ടിക്കലാശത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് കോഴിക്കോട് സ്ഥാനാർത്ഥികൾ തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാകുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. വാശിയേറിയ മത്സരം നടക്കുന്ന പേരാമ്പ്ര മണ്ഡലത്തിൽ കൊട്ടിക്കലാശം വേണ്ടെന്ന് തീരുമാനം. പേരാമ്പ്ര DYSP ഓഫീസിൽ ചേർന്ന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിലാണ് പേരാമ്പ്ര ടൗണിൽ കൊട്ടിക്കലാശം വേണ്ടെന്ന് തീരുമാനിച്ചത്. അനൗൺസ്മെന്റ് വാഹനങ്ങൾ വൈകുന്നേരം 5 മണി വരെ മാത്രം ടൗണിൽ പ്രചാരണം നടത്തിയാൽ മതിയെന്നും നിർദ്ദേശമുണ്ട്. സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് തീരുമാനം. CC മുകുന്ദൻ MLAയുടെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം അഫ്സർ അറസ്റ്റിൽ. ഗീതാഗോപി നൽകിയ പരാതിയിലാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ DYSP ഓഫീസിനു മുന്നിൽ CC മുകുന്ദൻ പ്രതിഷേധിച്ചു. അറസ്റ്റ് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമെന്ന് CC മുകുന്ദൻ. സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിക്കുന്നുവെന്ന പരാതിയിലാണ് അഫ്സറിനെ അറസ്റ്റ് ചെയ്തത്. തന്നെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഗീതാഗോപി അപമാനിക്കുന്നെന്ന് കാട്ടി പരാതി നൽകാൻ അഫ്സർ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ പ്രതിഷേധിച്ച CC മുകുന്ദൻ കൊടുങ്ങല്ലൂർ DYSP ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ചു. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് CC മുകുന്ദൻ പറഞ്ഞു. പോലീസ് എല്ലാം പരാതി കൊടുക്കാൻ പോയതാണ് പോലീസ് സ്റ്റേഷനിലേക്ക്. അവിടെ മനഃപൂർവ്വം പരാതി സ്വീകരിക്കാതെ ചില പരിപാടികൾ പരിപാടി തയ്യാറാക്കിയ ചെക്കനെ അറസ്റ്റ് ചെയ്യാനാണ് ഉണ്ടായത്. അതിലാണ് പ്രതിഷേധിക്കുന്നത്. ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നതുള്ളത്? ആരുടെ നിർദ്ദേശമാണ് നടപ്പാക്കുന്നത്? ആരുടെ നിർദ്ദേശമാണ് അവരുടെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യണം? അഫ്സറിനെ പോലീസ് റിമാൻഡ് ചെയ്തു. അതേസമയം വ്യാജ ഒപ്പ് വിഷയത്തിൽ മുകുന്ദന്റെ പേഴ്സണൽ സ്റ്റാഫായിരുന്ന മസൂദിനെതിരെ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂർ വാടാനപ്പള്ളിയിൽ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കിറ്റ് വിതരണം ചെയ്ത സംഭവത്തിൽ കേസെടുത്തു. ഗോഡൌൺ ഉടമയ്ക്കും ഓർഡർ നൽകിയ വ്യക്തിക്കുമെതിരെയാണ് കേസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാടാനപ്പള്ളി പോലീസിന് നൽകിയ പരാതിയിലാണ് കേസ്. വാടാനപ്പള്ളി സെന്ററിനടുത്ത് പ്രവർത്തിക്കുന്ന ചാമ്പ്യൻസ് എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലായിരുന്നു കിറ്റ് തയ്യാറാക്കിയിരുന്നത്. 1500-ലധികം കിറ്റുകളാണ് പാക്ക് ചെയ്ത് വെച്ചിരുന്നത്. BJPയുടെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം നടത്താനായിരുന്നു ലക്ഷ്യമെന്നാണ് ആരോപണം. എന്നാൽ സംഭവത്തിന്റെ ഉത്തരവാദിത്വം BJP ഏറ്റെടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം നാടകീയ സംഭവങ്ങളായിരുന്നു വാടാനപ്പള്ളിയിൽ അരങ്ങേറിയത്. പ്രതിഷേധത്തിൽ പങ്കെടുത്ത TN പ്രതാപനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. പോലീസിലെ ചില ഉദ്യോഗസ്ഥരും BJPക്ക് സഹായം നൽകുന്നുവെന്ന TN പ്രതാപൻ ആരോപിച്ചു. കേരളത്തിലും അത്തരമൊരു കഠിനമായ ശ്രമമാണ് BJP നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മണലൂർ നിയോജക മണ്ഡലത്തിൽ പണവും കിറ്റും വിതരണം, സാരി വിതരണം ഉൾപ്പെടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതാണ് ഇന്നലെ ഈ മിനിയാന്നുമായി UDF കണ്ടുപിടിച്ചത്. കേന്ദ്രാധികാരവും പണവും ഉപയോഗിച്ച BJP ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുകയാണെന്ന് CPI ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറും പറഞ്ഞു. തൃശൂർ ഒളരിയിലും വാടാനപ്പള്ളിയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങൾ അത് പിടിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ പലയിടങ്ങളിലും പണം വിതരണം ചെയ്യുന്നുണ്ട്. ഇത് കേന്ദ്ര മന്ത്രിമാരുടെ, ഇതര സംസ്ഥാനങ്ങളിലെ MP-മാരുടെ ഒക്കെ നേതൃത്വത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. BJP നേതാവായ ആളാണ് ഒളരിയിൽ കിറ്റ് വിതരണം നടത്തിയതെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ ആരോപിച്ചു. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുവാനെ ജയിക്കുമെന്നതിനേക്കാളുപരി തെരഞ്ഞെടുപ്പ് സംവിധാനം നിലനിൽക്കുക എന്നുള്ളത് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. BJP സംബന്ധിച്ചിടത്തോളം
ഈ തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കും പരാജയപ്പെടുമെന്നതിനേക്കാൾ BJP ഒരിക്കലും തൃശ്ശൂർ ജില്ലയിൽ ഒരു സീറ്റ് ജയിക്കാൻ പോകുന്നില്ല. സംഭവത്തിൽ കിറ്റുകൾ ഒരുക്കിയ ഗോഡൌൺ ഉടമയ്ക്കെതിരെയും ഓർഡർ നൽകിയ വ്യക്തിക്കെതിരെയും വാടാനപ്പള്ളി പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ നടന്ന കിറ്റ് വിവാദം BJPയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. LDF വിജയം സുനിശ്ചിതമായതോടെ പണവും കിറ്റും വിതരണം ചെയ്തും മതം പറഞ്ഞും വോട്ട് പിടിച്ചും ജനഹിതം അട്ടിമറിക്കാനാണ് UDFും BJPയും ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. BJP UDFുമായി ഡീലുണ്ടാക്കി ഏതെങ്കിലും സീറ്റ് ജയിക്കാമെന്ന് മോഹിക്കേണ്ട. 1991-ൽ BJPയെ വഞ്ചിച്ചവരാണ് UDF. കോൺഗ്രസ് വോട്ടുകൾ വിലയ്ക്ക് വാങ്ങി മുമ്പ് നേമത്ത് അക്കൗണ്ട് തുറന്നതിന്റെ ആഹ്ലാദത്തിൽ ഇന്നവർ വഞ്ചിക്കപ്പെടുമെന്നും MV ജയരാജൻ കാസർഗോഡ് പറഞ്ഞു. LDFിൻ്റെ വിജയം സുനിശ്ചിതമായതോടെ പണവും കിറ്റും വിതരണം ചെയ്തും മതം പറഞ്ഞ് വോട്ട് പിടിച്ചും ജനഹിതത്തെ അട്ടിമറിക്കാനാണ് UDFും BJPയും ഇപ്പോൾ പരിശ്രമിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾ കേരളത്തിൽ ചെലവാകില്ല എന്ന് മാത്രമേ അവരോട് പറയാനുള്ളൂ. കാസർഗോഡ് തൃക്കരിപ്പൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർക്ക് നേരെ SFI ആക്രമണം. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വോട്ട് ചോദിക്കാൻ എത്തിയപ്പോഴാണ് സന്ദീപ് വാര്യരെയും സംഘത്തെയും SFI പ്രവർത്തകർ ആക്രമിച്ചത്. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ വോട്ടഭ്യർത്ഥിക്കാൻ എത്തിയപ്പോൾ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരെ SFI പ്രവർത്തകർ സംഘം ചേർന്ന് തടയുകയും പിന്നീട് വാക്കേറ്റവും ഉന്തും തള്ളും നടക്കുകയായിരുന്നു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് ക്യാമ്പസിലെത്തിയ സ്ഥാനാർത്ഥിയോട് വോട്ടഭ്യർത്ഥിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് SFI പ്രവർത്തകർ സ്ഥാനാർത്ഥിക്കെതിരെ തിരിഞ്ഞത്. സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായവരെ വളഞ്ഞിട്ട് മർദ്ദിക്കുകയുമുണ്ടായി. അതിനിടയിൽ സന്ദീപ് വാര്യരെ ബലമായി നെഞ്ചിന് പിടിച്ച് തള്ളിമാറ്റുകയുണ്ടായി. UDF സംഘത്തിലുണ്ടായവരുടെ വസ്ത്രങ്ങൾ കീറുകയും ചെയ്തു. UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യരടക്കം 5 പേർ പിന്നീട് തൃക്കരിപ്പൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. യാതൊരു പ്രകോപനങ്ങളുമില്ലാതെയായിരുന്നു ആക്രമണമെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സ്ഥാനാർത്ഥിയെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് UDF പ്രവർത്തകർ തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അമൃത ന്യൂസ്, കാസർഗോഡ്. എറണാകുളം പൂത്തൃക്കൈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ രാജിക്ക് പിന്നിൽ 20 ലക്ഷം രൂപയുടെ ഡീൽ എന്ന ആരോപണവുമായി 2020 പാർട്ടി പ്രസിഡന്റ് സാബു ജേക്കബ്. 2020 അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പൂജ ജോമോൻ രാജിവെച്ചത് സഹകരണ ബാങ്കിലെ ലോൺ തീർക്കാമെന്ന കോൺഗ്രസ് വാഗ്ദാനത്തെ തുടർന്നാണെന്നാണ് ആരോപണം. ഡീലിന് പിന്നിൽ കുന്നത്തുനാട്ടിലെ UDF സ്ഥാനാർത്ഥി VP സജീന്ദ്രനാണെന്നും സാബു ജേക്കബ് പറഞ്ഞു. ഡീൽ വിവരം നേരത്തെ അറിഞ്ഞിരുന്നതാണെന്നും എന്നാൽ പാർട്ടിയെ ചതിക്കില്ലെന്നുമായിരുന്നു പൂജ ജോമോന്റെ മറുപടിയെന്നും സാബു ജേക്കബ് വ്യക്തമാക്കി. അപ്പോൾ ഡീല് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയും പലിശയും ഞങ്ങൾ അടച്ചുകൊള്ളാം. അതുകൂടാതെ ഈ രാജിവെക്കുന്നതിന് 5 ലക്ഷം രൂപ പ്രതിഫലമായിട്ട് തരാം. ഇത് ആസൂത്രണം ചെയ്തത് ഈ പറയുന്ന ബാങ്കിന്റെ പ്രസിഡന്റ്. അവർക്കെന്താണ്, അവർ നോട്ടീസ് കൊടുത്തു, ഇത് അടയ്ക്കാൻ പറഞ്ഞു. അനീപൻ കുന്നത്ത്, അതുപോലെ പൂത്തൃക്ക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പീറ്റർ കപ്പളശ്ശേരി, ഇവർ രണ്ടുപേരുമാണ് ഇതുമായിട്ട് ചർച്ച നടത്തി ഈ ഡീൽ. ഏറ്റവും നിർണായകമായ തെരഞ്ഞെടുപ്പിലൂടെയാണ് സംസ്ഥാന രാഷ്ട്രീയം കടന്നുപോകുന്നത്. വോട്ടെടുപ്പിന് ഇനി 2 ദിനം മാത്രം ബാക്കി നിൽക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന്റെ പ്രാധാന്യം ഒരിക്കൽ കൂടി വോട്ടർമാരെ ഓർമ്മിപ്പിക്കുകയാണ് അമൃത TV. ഓരോ 5 വർഷം കൂടുമ്പോഴാണ് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത്. അപ്പോൾ ഒരു പൗരൻ്റെ ഒരു കടമ എന്ന് വെച്ചാൽ സമ്മതിദാനാവകാശം നന്നായി വിനിയോഗിക്കുക എന്നാണ്. അപ്പോൾ എന്നാൽ തന്നെ ഉള്ളൂ നമുക്ക് നല്ലൊരു ജനപ്രതിനിധിയെ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ സമ്മതിദാനാവകാശം നന്നായി വിനിയോഗിക്കുക. ഞാൻ എന്തായാലും വോട്ട് ചെയ്യുന്നതാണ്. ജനഹിതം അനുസരിച്ച് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഓരോ പൗരൻ്റെയും കർത്തവ്യമാണ്. ആ ബോധത്തോടുകൂടി ഉത്തമരായ നമുക്ക് വിശ്വാസമുള്ള ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കണം. ആര് വന്നാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്ന ഒരു പ്രവണത മാറണം. നമ്മളെല്ലാം ഇലക്ഷനിൽ പങ്കെടുക്കണം.
വോട്ട് രേഖപ്പെടുത്തണം. അതിന് അത്രയേറെ വിലയുള്ളൊരു സാധനമാണ്. വോട്ട് ചെയ്യേണ്ട എൻ്റെ അവകാശമാണ്. വോട്ട് ഉറപ്പായിട്ട് ചെയ്യും. നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ഒരു നല്ലൊരാളിനെ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കുറച്ച് പേര് വോട്ട് ചെയ്യും, കുറച്ച് പേര് വോട്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമ്മൾ യഥാർത്ഥമായിട്ട് ഒരു ആളെയാണോ തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ കുറച്ച് വോട്ട് കിട്ടുന്നവർ മാത്രമാണ് അവിടെ ജയിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ചെയ്താൽ മാത്രമേ നമ്മുടെ ഒരു MLA അല്ലെങ്കിൽ എല്ലാവർക്കും ഇതായിട്ടുള്ള ഒരാളിനെ തിരഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ നല്ല ആൾക്കാർ വരട്ടെ, നല്ല രീതിയിലുള്ള വികസനം ഉണ്ടാവട്ടെ. പുതിയ ആൾക്കാരായാലും പുറത്തോട്ട്, പുതിയ യൂത്ത് പരമായിട്ടായിരുന്നാലും ആൾക്കാർ പുറത്തോട്ട് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ജില്ലയ്ക്കായിരുന്നാലും അത്യന്താപേക്ഷയായിട്ട് വേണമെന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും എല്ലാവർക്കും. പിന്നെ എല്ലാവരും വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രിയെ സെലക്ട് ചെയ്യാൻ പറ്റും. നല്ല രീതിക്കുള്ള മാറ്റങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ടാവും. പുതിയ ആൾക്കാർ വരുമ്പോൾ അതിനനുസരിച്ചുള്ള മെച്ചം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ എന്തായാലും വോട്ട് ചെയ്യും. ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയമായിട്ട് നിൽക്കുന്ന ഒരാളല്ല, പക്ഷേ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് ഒരു വോട്ടിംഗ് എന്ന് പറയുന്നത്. ആരാണ് ഏറ്റവും കൂടുതലും വികസനം കൊണ്ടുവരുന്നത് അവർക്ക് എന്തൊക്കെ ഞാൻ വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഗവൺമെൻറ് എന്ത് തന്നു, അല്ലെങ്കിൽ നാളെ നമ്മുടെ യൂത്തിന് ഇപ്പോൾ അടുത്ത ഗവൺമെൻറ് വന്നാൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്ത് ഗുണം ഉണ്ടാകും എന്നറിയണം. നമ്മളെ ഇഷ്ടമുള്ളൊരു, നമുക്ക് പ്രതീക്ഷയുള്ളൊരു പാർട്ടിയെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും വോട്ട് ചെയ്താൽ. ഞാൻ എന്തായാലും വോട്ട് ചെയ്യും. അതിൻ്റെ അവകാശമാണ്. 5 വർഷത്തിലൊരിക്കൽ വരണതാണ്.